ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ചെറുതായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിക്ക് പോകാനുള്ള ഒരുക്കത്തിലായിട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ. അപ്പോൾ ഇന്ന് സൗണ്ടൊന്നുമില്ല, കാരണം എന്താ വെച്ചാൽ ആർമാദമായിരുന്നു, കുയിസ് ആർമാദമായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മ ഉപ്പ അനിയന് അനിയത്തി, ഞങ്ങളെ ഫാമിലി മൊത്തത്തിൽ മക്കൾസും പിന്നെ എൻ്റെ മക്കളും അവർ എന്താ പറയുക വലിയ മോളെ ഹസ്ബൻഡ്, അങ്ങനെ മൊത്തത്തിൽ ഒരു 13 ആൾക്കാർ ഞങ്ങൾ ചെറുതായിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഡിസംബർ ലാസ്റ്റിക്കാണ് ഞങ്ങൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ എവിടേക്കെങ്കിലും ഒന്ന് പോകാമെന്ന് കരുതിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാനുള്ള ഒരുക്കാണ് ഇപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം രാവിലെ എഴുന്നേറ്റ പാടന്നെ അപ്പോൾ മുകളിലെത്തിയിട്ടുണ്ട്. ഞാൻ അയൺ ചെയ്യലും പിന്നെ എൻ്റെ ഇന്നലെ നമ്മൾ തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ചുരിദാറൊക്കെ, അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് ചെയ്ത് തീർത്ത് എല്ലാവരുടെയും ഡ്രസ്സ് അയൺ ചെയ്ത് പാക്ക് ചെയ്യാന്നുള്ളതായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എൻ്റെ ഡ്യൂട്ടി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ദോശക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ദോശക്കുള്ള. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് വേഗം ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ തന്നെ. നാളെ ഇനി കറിയും കൂടി ഉണ്ടാക്കാനും ഒക്കെ കൂടെ സമയം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ എഴുന്നേറ്റ് പാടെ പല്ലും മുഖമൊക്കെ കഴുകി നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു തീർത്ത് നേരെ മുകളിൽ പോയി കുറേ അയൺ ചെയ്തു. എന്നിട്ട് ഒരു 9:30 ആയപ്പോൾ ഞാൻ വീണ്ടും പിന്നെ കിച്ചണിലേക്ക് എത്തിയിട്ടോ. മക്കൾക്കൊക്കെ വിശക്കുന്നുണ്ടാവില്ലേ, അപ്പോൾ അവർ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അപ്പം നീനുട്ടി എൻ്റെ ഒപ്പം തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇതുമൂന്ന് മദ്രസ ഇല്ലാത്ത ദിവസമായതുകൊണ്ട് അവൾ അങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് നമ്മൾ എന്താ പറയുക ദോശമാവൊക്കെ ഒന്ന് സെറ്റാക്കി ദോശയൊക്കെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിലേക്ക് ചിക്കൻ കറി ചൂടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ പാക്ക് ചെയ്ത് മുഴുവനായിട്ട് തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം എന്താ പറയുക ബാക്കി പാക്കിങ്ങൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു 3 മണിക്ക് അവിടെ എത്തണം. ഒരു റിസോർട്ട് ബുക്ക് ചെയ്യാണ് ചെയ്തിട്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പിന്നെ ഫാമിലി എല്ലാവരും കൂടി ഒത്തുകൂടി ഇരിക്കാനൊരു സ്ഥലം അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ലാസ്റ്റ് സമയത്ത് ഞങ്ങൾ തിരഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നല്ലൊരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടില്ല. എന്നാലും അറിയില്ല, അവിടെ പോയി നോക്കാമെന്ന് കരുതി. പിന്നെ ഒരുപാടൊക്കെ ഒരു 10-20 ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ ഞങ്ങൾ 13 പേരുള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ലാസ്റ്റ് അത് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം അതെങ്കിൽ അതെന്ന് വിചാരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ പണികളൊക്കെ വേഗം തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശ ആയതുകൊണ്ട് തന്നെ ചുടലും തിന്നലും ഒക്കെ ഒരുമിച്ചാണ്. മക്കളൊക്കെ അവിടെ ഇരിക്കുന്നിടത്തേക്ക് ഞാനിങ്ങനെ ഫുഡ് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതായത് നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇനി നമ്മുടെ ഡയറ്റ് എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിച്ചാൽ തന്നെ ആദ്യം തന്നെ ഞാൻ ഒരു ജാമ്യം അപേക്ഷ തന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഞാനൊന്നും കഴിക്കില്ല, ഇനിയിപ്പോൾ കലോറി കൂടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇവിടുന്ന് ഞാൻ കഴിയണതും ഫുഡ് നല്ല കുറച്ച് എൻ്റെ ഒരു ലിമിറ്റിനനുസരിച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് ഇനി കുറച്ചൊക്കെ എന്തെങ്കിലും എല്ലാവരും കൂടി കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പം ലാസ്റ്റ് നിമിഷത്തിൽ ഇനി ഒരു മാസത്തെ കഷ്ടപ്പാട് ഇനി റിസൾട്ടിൽ കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഫാമിലി പരിപാടികളും ട്രിപ്പും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്നതല്ലേ ലൈഫിൽ. നമ്മൾ അത് എന്താ പറയുക എൻജോയ് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു കുറ്റബോധം തോന്നുന്നില്ല കേട്ടോ. കുഴപ്പമില്ല. എന്നാലും വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് ചെറുതായിട്ട് നല്ലൊരു റിസൾട്ട് എനിക്ക് ഡ്രസ്സിലും കാര്യത്തിലൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതിവിടെ ഈ 1-ാം തീയതി നിർത്തുമെന്നും വിചാരിക്കണില്ല. ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ഒരു 3-4 മാസം കൂടി കൊണ്ടുപോയിട്ട് എനിക്കെൻ്റെ ഒരു വെയിറ്റ് ആക്കണമെന്നുണ്ട്, ഇത്ര വെയിറ്റ് ആക്കണമെന്ന് എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. അതാവുന്നത് വരെ ഞാൻ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇനിയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ മക്കളൊക്കെ കഴിച്ചു. അതൊക്കെ എന്താ പറയുക അവരൊക്കെ കഴിക്കുന്ന നേരം ഞാൻ ഒരു ചായയാണ് കേട്ടോ എനിക്ക് ഉണ്ടാക്കി കുടിച്ചത്. ഞാൻ നേരത്തെ ആദ്യം നമ്മൾ അയൺ ചെയ്യാനൊക്കെ പോയില്ലേ, അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാനൊരു ഗ്ലാസ് ഒരു കോപ്പ വെള്ളം കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മുകളിലേക്ക്. അപ്പോൾ അത് കുടിച്ചിങ്ങനെയായിരുന്നു അവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് അത്രയും നേരം അവിടെ ഇങ്ങനെ പണിയൊക്കെ എടുത്തതുകൊണ്ടും എനിക്ക് ചായ കുടിക്കാനാണ് തോന്നിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മധുരം ഇട്ടിട്ടില്ല, ഒരു ചായ ഒരു കോപ്പ
അങ്ങനെ ഈ ഒരു കപ്പിൽ ചായ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. അപ്പോൾ ഇത് കുടിച്ചിട്ടാണ് ഇന്ന് ഫസ്റ്റ് രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 10-10:30 ഉണ്ടാവും. അവരൊക്കെ ഫുഡ് കഴിച്ചു, ഇതുമ്പോൾ മാത്രമേ എൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ താഴത്തെ പണികൾ, കിച്ചണത്തെ കാര്യങ്ങളും പണികളൊക്കെ അടിച്ചു വരെ തുടക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ നീനുട്ടിനെ ഏൽപ്പിച്ചാണ് വീണ്ടും ഞാനിതവിടെ മുകളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് പാക്കിങ് നടക്കാൻ ശരിയാവില്ല. 3 മണിക്കെങ്കിലും അവിടെ എത്തണം. ഇവിടുന്ന് ഞങ്ങൾ അരീക്കോട് ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ഒരു ഉള്ളോട്ടായിട്ട് ഒരു ചെറിയ റിസോർട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ലൊക്കേഷൻ നോക്കിയപ്പോൾ, അതിൻ്റെ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഇവിടുന്ന് ഒരു 40 മിനിറ്റ് യാത്രയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ ഒരു ത്രില്ലിലാണ് ഞാൻ. അപ്പോൾ വേഗം ബാക്കിയുള്ള നീനുട്ടീൻ്റെ പാക്ക് ചെയ്യണം. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ എല്ലാവർക്കും 3-4 കൂട്ടം ഡ്രസ്സ് വേണം കേട്ടോ. കാരണം പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ്. അവിടെ എത്തിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുള്ള ആ ഒരു ഡ്രസ്സ് വേണം. പിന്നെ അത് പിന്നെ ഒന്നിനും പറ്റിയില്ലല്ലോ. അപ്പോൾ അത് എടുത്ത് വെക്കണം. പിന്നെ ഡ്രസ്സ് മാറണം. അത് കഴിഞ്ഞ് പിറ്റേന്നുണ്ട്. അങ്ങനെ 2 ദിവസം ഒരൊറ്റ രാത്രി സ്റ്റേ ചെയ്ത് പിറ്റേന്ന് ഉച്ചയാകുമ്പോൾ മടങ്ങി വരിക. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. അപ്പോൾ അതിന് എല്ലാവർക്കും 3-4 കൂട്ടം ഡ്രസ്സ് വേണം. അപ്പോൾ അതൊക്കെ തകൃതിയായിട്ട് ചെയ്ത് വെക്കണം. ഓരോരുത്തരുടെ എനിക്കും എടുത്ത് വെക്കണം. പിന്നെ ഹസ്ബൻഡിന് പിന്നെ അത് വേണ്ട 2 മതി എന്ന് പറഞ്ഞു. അവർ പിന്നെ പൂളിലേക്ക് ചാടുകയാണെങ്കിലും അവർ നിക്കറിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ, നമ്മളെ പോലെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രശ്നമല്ല. അവർക്ക് 2 കൂട്ടം മതി. പിന്നെ എക്സ്ട്രാ ഒരു ട്രൗസർ കാര്യങ്ങൾ ബനിയനൊക്കെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നീനൂട്ടിക്കും ഹിതുമോനും എനിക്കും കേട്ടോ. പിന്നെ മോളൂൻ്റെ 1-2 ഡ്രസ്സ്, അവൾ ഇവിടെ ആയിരുന്നില്ല കുറേ ദിവസം. അപ്പോൾ 1-2 ഡ്രസ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾക്ക് ഇടാൻ വേണ്ടി. അങ്ങനെ ഞാനിതാ ഭയങ്കര അയൺ ചെയ്യലും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പം പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര, സത്യം പറഞ്ഞാൽ ഞാനിവിടുന്ന് അങ്ങനെ ട്രിപ്പും കാര്യങ്ങളും പോകുന്ന ആളല്ല. കാരണം മക്കളുടെ ക്ലാസ് കാര്യങ്ങൾ, പിന്നെ അത്ര വലിയ എൻ്റെ അനിയത്തി അങ്ങനെയല്ല. അനിയത്തി ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഓരോ സന്തോഷമുള്ള നേരത്തും, അതായത് വെഡ്ഡിങ് ആനിവേഴ്സറി, മക്കളെ ബർത്ത്ഡേ കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പുറത്ത് പോകും, ട്രിപ്പിനൊക്കെ പോകുന്ന ആൾക്കാരായിട്ട്. കാരണം അവർ അനിയത്തിയെ കോഴിക്കോടേക്കാണ് കെട്ടിച്ചത്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ അവരൊരു എൻജോയ്മെൻറ്റ് ഫാമിലി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനത്തെ ഫങ്ഷൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവർ അടിപൊളിയാക്കിയെടുക്കും. പക്ഷേ ഞങ്ങൾ എന്താ പറയുക, കുറച്ചൊരു ഒരു നാട്ടുമ്പുറം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും, പിന്നെ എന്താ പറയുക, ആ ഒരു സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ട്രിപ്പൊന്നും പോകാല്ല. ഇങ്ങനെ വർഷത്തിലൊരിക്കൽ ഒരു ഫാമിലി ട്രിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകും. അല്ലെങ്കിൽ എല്ലാവരും കൂടി പോകാമെന്നല്ലാതെ ഞങ്ങൾ മാത്രമായിട്ടുള്ള പോക്കൊന്നുമില്ല. ഇപ്പോൾ പിന്നെ നീനുട്ടിക്ക് 1-2 ക്ലാസ്സും പരീക്ഷയൊക്കെ കൊച്ചിയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് 1-2 മാസമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ട്രിപ്പൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അത് നീനുവിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഞാൻ പോവുക എൻ്റെ ഈ ഫാമിലിക്കൊപ്പമാണ്. അതായത് ഞങ്ങൾ അനിയത്തിയും കൊല്ലത്തിലൊരിക്കെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി പ്ലാൻ ചെയ്യും കേട്ടോ. ഒന്നെങ്കിൽ പുറത്ത് പോയി സിനിമ കാണുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അധികവും ഞങ്ങൾ ഈ ഡിസംബർ മാസത്തിലാണ് ഉണ്ടാക്കാറുള്ളത്. കാരണം ഈ മാസം ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ എന്താ പറയുക, കറക്റ്റ് ഡേറ്റ് കാര്യങ്ങളും അറിയാത്തത് കൊണ്ട് തന്നെ ഡിസംബർ പിന്നെ ലാസ്റ്റിക്ക് ഞങ്ങൾ തീരുമാനിച്ചതാണ്. കാരണം ഡിസംബർ ലാസ്റ്റ് ആ ഒരു വെക്കേഷനിൽ എന്തായാലും ഞങ്ങളൊക്കെ ഒന്ന് കൂടും. അപ്പോൾ ഓണപ്പൂട്ടിന് ചിലപ്പോൾ അങ്ങനെ കൂടിക്കോണമെന്നില്ല. അപ്പോൾ ഡിസംബറിൽ ആ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരുന്ന ഒരു കാലമായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഒന്നൊന്ന് ജസ്റ്റ് കൂടും. അപ്പോൾ ആ സമയത്ത് ഉമ്മാൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് ഞങ്ങളൊരു 4-5 കൊല്ലമായിട്ട് അങ്ങനെ ആക്കി വെച്ചതാണ് കേട്ടോ. കറക്റ്റ് ബർത്ത്ഡേ എന്നാണ് അല്ലെങ്കിൽ ദിവസം എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ദിവസം അങ്ങോട്ട് ഉണ്ടാക്കി ഞങ്ങളൊരു ദിവസം അങ്ങോട്ട് ആഘോഷിക്കും കേട്ടോ. അപ്പോൾ അതായത് ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു 5-6 വർഷമായിട്ട് ആ ഒരു ഡിസംബർ മാസത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഇങ്ങനെ എവിടേക്കെങ്കിലും പോകാമെന്ന് അനിയത്തിയാണ് കേട്ടോ ആദ്യം തന്നെ ഒരു സംഭവം എടുത്തിട്ടത്. അപ്പോൾ ഇങ്ങനെ പോയാലോ എന്ന്. അപ്പോൾ പിന്നെ എന്തായാലും ഓക്കെ, അടിപൊളിയല്ലേ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ചേർന്ന് എല്ലാവരും കൂടെ പൈസ ഷെയർ ചെയ്ത് എല്ലാവരും കൂടെ അങ്ങനെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാനിതാ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു, സെറ്റായിട്ടുണ്ട്. ഇനി ഫുഡ് ഞാൻ അപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, 12:30 ആയിട്ടുണ്ട്. ഇനി വേഗം എന്താ പറയുക, എന്തെങ്കിലും കഴിച്ചിട്ട് ഇപ്പോൾ 3 മണിക്കാണല്ലോ അവിടെ എത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് 2 മണിക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ മക്കൾക്കൊക്കെ വിശക്കും, എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേന്ന് കരുതി രാവിലത്തെ ചിക്കൻ കറിയത്തെ ചിക്കനും പിന്നെ 2 മുട്ടയും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു മുട്ടച്ചോറ് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടോ. അതാകുമ്പോൾ മക്കൾക്ക് വേറെ എക്സ്ട്രാ കറി വേണ്ട, ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അതും പിന്നെ അച്ചാറൊക്കെ കൂട്ടിയിട്ട്
ഫുഡ് കഴിച്ചോട്ടെ എന്ന് കരുതി വേഗം ഒരു തട്ടിക്കൂട്ടി തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂട്ടി അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേഗം പാത്രം കഴുകുക, അടുക്കള നന്നാക്കുക. ഇടയ്ക്ക് ഞാൻ കുറച്ച് അലക്കാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള തിരക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ കുറേശ്ശെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം അവർക്ക് ഫുഡ് കൊടുത്തു. സത്യം പറയാലോ അപ്പോഴും ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. എനിക്ക് ഇങ്ങനെ നിൽക്കാതെ രാവിലെ എണീറ്റിട്ട് ഞാനൊരു ഇരുന്നിട്ടില്ല കേട്ടോ. ഇങ്ങനെ നിൽക്കാതെ അങ്ങോട്ട് ഓടിയിട്ട് എനിക്ക് ചായക്കോ വെള്ളത്തിനൊക്കെ തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ഫുഡിന് അധികം താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ചോറ് തിന്നണം, അല്ലെങ്കിൽ ദോശ കഴിക്കണം എന്നൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം പണി വെച്ചിട്ട് വീണ്ടും ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് ഞാൻ കാണിച്ചില്ല നേരത്തെ. അത് അവിടെ വെച്ച് ആ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചായയും പിന്നെ 2 ഈത്തപ്പഴം കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കഴിച്ചിട്ടാണ് ഞാൻ ആ ടൊമാറ്റോ ചോറ് മുട്ടച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തയ്ച്ച പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൂസ്, ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതായത് ഇന്നലെ മുഴുവൻ ഇരുന്ന് തയ്ച്ച് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മാറ്റി വന്നപ്പോഴേക്ക് നീനുട്ടി മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ പാക്കാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എത്ര ഫസ്റ്റിൽ നമ്മൾ മാറ്റാനും എന്താ പറയുക എല്ലാവരും സാധനങ്ങളും എല്ലാവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കൊടുത്താലും ഏറ്റവും ലാസ്റ്റ് റെഡിയായി വരും ആരാ? നമ്മളായിരിക്കും അല്ലേ? കാരണം നമുക്ക് അവിടെ വാതിലടച്ചോ ഇവിടെ കുറ്റിയിട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്ത് വരുമ്പോഴേക്കിന് എത്രയായാലും അവസാനം ഒരുങ്ങുക നമ്മളായിരിക്കും. ചീത്ത കേൾക്കാനുള്ളത് നമ്മളായിരിക്കും. ഇനിയും കഴിഞ്ഞില്ലേ വെച്ചിട്ട് അവരൊക്കെ മാറ്റി റെഡിയായി അവിടെ എന്താ ഇതുമ്മ മാറ്റിയിട്ടുണ്ട്, ഹസ്ബൻഡ് മാറ്റിയൊക്കെ പുറത്ത് നിന്ന് ഇരിക്കട്ടോ. ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് ടൈമാണ്. സമയം കണ്ടോ, 3 മണിയായി. ഞങ്ങൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. 3 മണിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞതാണ്. 2 മണിക്കെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞതാണ്. ആ ക്ലോക്കിൽ സമയം നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം അതിൽ 3 മണിയായിട്ട് ഇറങ്ങാത്തതിന് ഹസ്ബൻഡ് ഇങ്ങനെ ചെറിയതായിട്ട് പോവണ്ടേന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീനുട്ടിൻ്റെ ബാഗിൽ അവളെല്ലാം റെഡിയാക്കി മാറ്റിയിട്ട് ഒക്കെ ബാഗിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു മേക്കപ്പ് സാധനങ്ങളൊക്കെ. അപ്പോൾ അവളോട് പറഞ്ഞ് എനിക്കൊന്ന് ഇട്ട് തരാൻ പറയുന്നുണ്ട്. അപ്പം കുറച്ച് എന്താ പറയുക മോയ്സ്ചർ ക്രീമും പിന്നെ മറ്റേ സൺസ്ക്രീമും പിന്നെ ഫൗണ്ടേഷനൊക്കെ അവൾ കുറേശ്ശെ ഇട്ട് തന്ന് ഇന്ന് തന്നെ എന്നെ മൊഞ്ചത്തി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ലിഫ്റ്റിക്കും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ലാസ്റ്റിലൊക്കെ ഒന്ന് ഇതാണ് കാണിച്ചു തരാം. ഏതായാലും കാറിൽ കയറുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്, അതിൽ കാണും ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം കേട്ടോ. അപ്പോൾ അതൊക്കെ അവളുടെ കലാവിരുദ്ധമാണ്. നീനുട്ടി ഇട്ടുന്നതാണ്. ഞാനിടാണെങ്കിൽ ഒരു ഫെയർ ലവ്ലി അല്ലെങ്കിൽ ഒരു BB ക്രീം, ഇതാണ് ഞാൻ തേക്കാറുള്ളത്. വേറെ എക്സ്ട്രാ അങ്ങനെ ഓരോ പേരിട്ട് സൺസ്ക്രീം, തേങ്ങാമാങ്ങ അങ്ങനത്തെ ഒന്നും ഞാൻ തേക്കാറില്ലായിരുന്നു. ഇപ്പോൾ അവൾ ഇതൊക്കെ തേക്കാൻ തുടങ്ങിയപ്പോൾ നീനുട്ടിക്ക് പിന്നെ അവളുടെ ഏവിയേഷൻ കോഴ്സോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്കിന്നിൻ്റെ കാര്യങ്ങളും മുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ നോക്കി ഓൺലൈനിൽ ഓർഡർ ചെയ്ത് അതൊക്കെ ഇപ്പോൾ എത്തി സെറ്റാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവളിടാൻ തുടങ്ങിയതിന് ശേഷം വെച്ച് അത് ചെയ്യണം, മുഖത്തിന് ഇത് ചെയ്യണം, നല്ലതാണ്, മറ്റേത് ചെയ്യണം, അങ്ങനെ അവൾ എനിക്ക് പറഞ്ഞത് എൻ്റെ മുഖത്തും കുറേശ്ശെ അതൊക്കെ അപ്ലൈ ചെയ്ത് തരാറുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 3:30 ആയപ്പോഴാണ് ഞങ്ങൾ വീട് പൂട്ടി ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ആ ഒരു പാക്ക് കാണുന്നത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ് എന്ന്. അപ്പോൾ ആ ബർത്ത്ഡേൻ്റെ കേക്ക് കട്ടിങ്ങുണ്ട്. അത് ഉമ്മാക്ക് സർപ്രൈസ് ആട്ടോ. അപ്പോൾ അവരൊക്കെ മഞ്ചേരിയിൽ നിന്ന്, അനിയത്തി ഇന്നലെ എത്തിയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ അവൾ മഞ്ചേരിയിൽ നിന്ന് ഉമ്മാൻ്റെ ഇപ്പാൻ്റെയും അനുജുമിൻ്റെ ഒപ്പൊക്കെയാണ് വരുന്നത്. ഞങ്ങൾ മാത്രമാണ് അരീക്കോട് നിന്ന് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. എൻ്റെ മോളും ഹസ്ബൻഡും അവിടുന്ന് പോലും എല്ലാവരും അങ്ങോട്ട് എത്തിക്കോളാം. ലൊക്കേഷൻ അങ്ങനെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം കേക്ക് കൊണ്ടുവരാൻ ഞാനാണല്ലോ, അമ്മ കാണാതെ എത്തിക്കേണ്ടതുള്ളതുകൊണ്ട് അത് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മേക്കപ്പ് ചെയ്ത് ലിഫ്റ്റിക്കൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. ഇതാണ് എൻ്റെ ഒരു മുഖത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അനിയത്തൊക്കെ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട്, കാണാൻ ഒന്നും കൂടി ചെറുക്ക് കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്കുള്ള ഒരു ഗിഫ്റ്റും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മ ഇപ്പോൾ കുറച്ചായിട്ട് ഈ സാരി ചുറ്റാനും അതേപോലെ ഉമ്മക്ക് ഇടത് കൈക്ക് ഇങ്ങനെ ചെറിയൊരു കൊറോണ വന്ന് അതിൻ്റെ ഒരു വാക്സിൻ വെച്ചതിന് ശേഷം ഒരു ഇടത് കൈ ഭയങ്കര വേദനയാണ്. അങ്ങനെ അങ്ങോട്ട് പൊന്തിക്കാനൊന്നും കഴിയില്ല കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു ചികിത്സയിലും കാര്യത്തിലൊക്കെയാണ്. അപ്പോൾ ഈ സാരീൻ്റെ ബ്ലൗസ് ഇടുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ്. അപ്പം ഒരു 1-2 വർഷമായിട്ട് ഇപ്പോൾ ഈ ഒരു ചുരിദാറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇട്ട് പഠിപ്പിക്കുകയാണ് കേട്ടോ. ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ
അതൊന്ന് ഇട്ടാൽ നമുക്കത് സുഖമായിരിക്കും, അതിട്ട് ശീലമാവുന്നത്, അതൊന്ന് ഇട്ടോളി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ സാരീൻ്റെ മാതിരിയുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ, സാരി ബ്ലൗസ് ഇടാൻ ഭയങ്കര പണിയല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ച് ഇപ്പോൾ ഏകദേശം ചുരിദാറൊക്കെ ഇടാനുള്ള ഒരു മാനസിക സംഗതിയിലെത്തിയിട്ടുണ്ട് കേട്ടോ, ഒരു സംഭവത്തിലെത്തിയിട്ടുണ്ട് അമ്മ. അപ്പം അമ്മ ഇടാറുണ്ട് ഇപ്പം ചുരിദാർ. അപ്പോൾ ഞങ്ങൾ ഇത്തവണ അമ്മക്ക് ചുരിദാറാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത് വന്ന് ഞാനതൊരു ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് അരികൊടുക്ക തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒക്കെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒക്കെ ഞങ്ങൾ 3 ആളാണ് കേട്ടോ. കേക്ക് നുജൂമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പൈസ അതിൻ്റെ കാര്യങ്ങളൊക്കെ കേക്ക് ഓനാണ് വാങ്ങാം ഒക്കെ എനിക്ക് എന്താ പറയുക ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ചുരിദാർ ഞാനും അനിയത്തി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് സമ്മതിക്കുമെന്ന് അറിയില്ല, കാരണം ഗിഫ്റ്റ് ആയതുകൊണ്ട് അവനും കൂടി ഷെയർ ഇടണം, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇപ്പോൾ ഒരു കുറച്ച് ദൂരം ഇങ്ങനെ പോയി, പിന്നെ ഉള്ളോട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. റേഞ്ച് കിട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങളത് അവിടെ എത്തിയപ്പോഴേക്കും ഇമ്മയും ഇപ്പിയും അനിയത്തിയും നാത്തൂസും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നുജൂമ് ഇതിൻ്റെ ആ ഒരു മാനേജർ കാര്യങ്ങൾ കാണാൻ ഇവിടെ നോക്കുന്ന ആളുണ്ടല്ലോ, കാണാൻ വേണ്ടി പോയതാണ്. അതുകൊണ്ടാണ് അവനെ ഈ ഒരു വീഡിയോയിൽ കാണാത്തത്. അപ്പം അനിയത്തിയും വ്ളോഗ് എടുക്കുന്നുണ്ട്, അവളും എന്നെയൊക്കെ എടുക്കുന്നുണ്ട്, ഞാൻ അവളെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ വ്ളോഗ് എടുത്ത് മരിക്കും, കാരണം നമുക്ക് എന്തും വീട്ടിലത്തെ കണ്ടൻറ്റ് മാത്രമല്ലേ ഉള്ളൂ. ഇന്ന് നല്ല അടിപൊളി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫാമിലി സംഭവങ്ങളൊക്കെ ഉള്ള സന്തോഷ നിമിഷങ്ങളും എൻജോയ്മെൻറ്റ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് അതായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇവിടുന്ന് തുടങ്ങി. അപ്പോൾ മക്കളെ എന്നെ വിളിച്ചു കൊണ്ടിട്ട് വെച്ച് അതുണ്ട് ഇവിടെ ഇതുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് കാണിച്ചു തരണ്ടോ ആര്യന്. അത് അനിയത്തിൻ്റെ തുത്തുൻ്റെ 2ാമത്തെ മോനാണിത്. ഇവർ 3 കൂടിയ പിന്നെ ഉള്ള പുകിൽ എൻ്റെ എല്ലാ വീഡിയോയിലും ഉണ്ടാവും, പറയണ്ടല്ലോ, അവർ ആകെ തല തിരിച്ച് വെക്കില്ല എന്നുള്ളൂ. അപ്പം നീലൂനിയും കൂടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആര്യനെ എന്നെ വിളിച്ചിട്ട് അവിടെ അങ്ങനെ ഉണ്ടമ്മച്ചി ഇവിടെ എങ്ങനെ ഉണ്ടമ്മച്ചി പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ച് തരികയാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ ഏകദേശം ഒരു ആ ഒരു റിസോർട്ടിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു പാലുണ്ട്, അവിടെ ഒരു ഹാർട്ട് ഷേപ്പിലൊരു വലിയൊരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണം, ഇങ്ങനെ ഫോട്ടോ എടുക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാം നടക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇതാ ആര്യന് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ കേട്ടോ. അവിടേക്ക് ഇത് അങ്ങനെ ഒരു 4-5 സ്റ്റെപ്പ് ഉണ്ട്. അപ്പം ഇപ്പോൾ ഇറങ്ങണം, നമ്മളിപ്പോൾ ഇറങ്ങാം വെള്ളത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവൻ എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആര്യ ഭയങ്കര വെള്ളം നല്ല ചൂടുണ്ട്, കാരണം സമയം ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല ചൂടുണ്ട്, ഇപ്പോൾ എന്തായാലും പറ്റില്ല, വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ഒന്ന് രാത്രി ആവട്ടെ, അപ്പോൾ രാത്രിയായിട്ട് നമുക്ക് അതിലേക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാം, അടിച്ച് പൊളിക്കാമെന്നൊക്കെ പറഞ്ഞ് അവനെ നിർത്തിയേക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് വീണ്ടും ഈ റിസോർട്ട് മുഴുവൻ മൊത്തത്തിലൊന്ന് കാണണ്ടേ, നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമല്ലോ. അപ്പം മക്കൾക്ക് കളിക്കാനിതാ ഇവിടെ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കേട്ടോ, അധികം ഒന്നുമില്ല. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയാൽ പിന്നെ ഒരു 2-3 മണിക്കൂർ വേറെ സംഭവങ്ങളൊന്നും വേണ്ടല്ലോ. പിന്നെ അവർക്ക് ചാടിക്കളിക്കാൻ അങ്ങനെ ഒന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഊഞ്ഞാലകളുണ്ട് കേട്ടോ. പിന്നെ ഒരു സൈഡിനായിട്ട് കുറച്ച് മക്കൾക്ക് മാത്രം കളിക്കാൻ പറ്റുന്ന കുറച്ചൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടേക്ക് എത്തിയിട്ടില്ല, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം ഒരു എന്താ പറയുക ടെൻറ്റ് മോഡലുള്ള 3 ഒരു വീടുണ്ട്. അതുപോലെ തന്നെ ബാക്കി 4 കോട്ടേജാണ് ഇട്ടുള്ളത്. അപ്പം കോട്ടേജിലേക്കാണ് ഇപ്പോൾ ഞാൻ കയറി പോകുന്നത്. അത് മുകളിലാണ് 2 റൂം കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടുന്ന് പുറപ്പെടുന്നതിന് മുന്നേ ഇതിൻ്റെ ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ഇൻസ്റ്റയിലൊക്കെ ഇതിൻ്റെ പേരെന്താ വെച്ചാൽ റിവർ ബീറ്റ് എന്നാട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ അടിച്ചാൽ കിട്ടും. അത് അവിടെ ഞങ്ങൾ അതിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ എല്ലാവർക്കും ടെൻറ്റിൽ കിടക്കണം, ഞങ്ങളാ ടെൻറ്റിൽ പറഞ്ഞപ്പോൾ എന്നെയൊക്കെ എല്ലാവരും തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾഡ് കപ്പിൾസ് ഒന്നും അവിടെ കിടക്കണ്ട, ന്യൂ കപ്പിൾസ് കിടന്നാൽ മതി എന്നും പറഞ്ഞിട്ട് എന്താ പറയുക അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അനിയത്തി അവർ തട്ടി. എന്നിട്ട് പിന്നെ നുജൂമും നാനിയും ഒരു ടെൻറ്റിൽ പിന്നെ എന്താ പറയുക എൻ്റെ വലിയ മോളും ഹസ്ബൻഡും ഒരു ടെൻറ്റിൽ, പിന്നെ ഉള്ളത് ഇപ്പി, അങ്ങനെ ഞങ്ങളാണ് 3 ആളാണ് ടെൻറ്റിൽ കിടക്കണമെന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചാൽ പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഈ കോട്ടേജിലത്തെ റൂമിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളും കണ്ടപ്പോൾ അവർക്ക് പിന്നെ ടെൻറ്റും കാര്യങ്ങളൊന്നും വേണ്ട. അവർ ഞങ്ങൾ ഇവിടെ നിന്ന് കിടന്നോളാം എന്നിട്ട് ഈ ഒരു റൂം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പമുള്ള അപ്പുറത്തെ റൂം, ആ ഭാഗത്താണ് റൂം, അത് പിന്നെ നുജൂമും നാനി അങ്ങനെ എടുത്തിട്ടോ. റൂമിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളും കണ്ടപ്പോൾ അടിപൊളി AC-യും എന്താ പറയുക റൂം അത്യാവശ്യം വലിപ്പമുള്ളതും പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 റൂമിലേക്ക് പോകണതിൻ്റെ ഈ ഒരു നടുക്കായിട്ട് വലിയൊരു ഹാളും അതിലെല്ലാവർക്കും ഇരിക്കാനുള്ള സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ഒരു ഡോറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഡോറും കൂടി ഒന്ന് തുറന്ന് കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് ഇങ്ങോട്ട് പുറത്തേക്ക് ഒരു ഡോറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഈ ഒരു സ്വിമ്മിംഗ് പൂളും പിന്നെ നമ്മൾ നേരത്തെ കണ്ടുവന്ന സംഗതികളൊക്കെ അവിടെ കാണുന്നുണ്ട് കണ്ട. അപ്പോൾ ഇതൊക്കെ ഇവിടെ കണ്ടുള്ളൊരു വ്യൂ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി, നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ 10-25 ആൾക്കാർ ഒരുമിച്ച് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും, അവർക്ക് നല്ല ലാഭമായിരിക്കും. കാരണം ഒരു ഒച്ചപ്പാടും കാരണം ഇത് ഞങ്ങൾ ആകെ 13 പേരുള്ളൂ, ഒക്കെ ഒരു സ്ഥലത്തിരിക്കും. അപ്പോൾ ഒരുപാട് സ്ഥലം ഒഴിവായിട്ട് നമുക്ക് അത്ര ഏരിയ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നൊരു ഫീല് തോന്നി കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ ഒരു ദിവസമല്ലേ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് പോവാം അല്ലേ. അങ്ങനെ ആ 3 ടെൻ്റാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കൂടി ഞാൻ എങ്ങനെയുണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോട്ടേജിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ്. 2 കോട്ടേജ് കൂടി എക്സ്ട്രാ ഉണ്ട്, അത് വരുന്ന ഭാഗത്താട്ടോ, ഗേറ്റിൽ നിന്ന് വരുന്ന ഭാഗത്താണ്. അപ്പോൾ അങ്ങോട്ട് ആരും പോയിട്ടൊന്നുമില്ല, ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഈ ഭാഗത്ത് തന്നെ അധികം നിന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൊട്ടിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ വരുന്ന ഭാഗത്തുള്ള ഈ ഒരു ഇതാണ്, ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ എന്താ പറയുക ഈ ടെൻറ്റ് കാണുന്നത്, ഒരു ത്രികോണം ഈ ഒരു ഷേപ്പിലാണ്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ക്യൂട്ടുണ്ട്, ഒരു ഭംഗി കാണുന്നുണ്ട്. അപ്പം ഞാനതാ നേരെ കാണുന്നത്. നീനു വെച്ച് നമ്മളെവിടെ പോകണം, നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എവിടെ വെക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നേരെ കാണുക ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ നീന് ഇങ്ങോട്ട് കയറുന്നുണ്ട് കേട്ടോ, അവിടെ ഇമ്മയാണെന്ന് പറഞ്ഞ് അത് അമ്മമാരുടെ ലഗേജൊക്കെ ആയിട്ട് ആ റൂമിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നീനോട് തന്നെ നമ്മളത് ഇതാണ് നീനു നമുക്ക് ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞതാ. ഞങ്ങൾ ഇങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. ഈ ഒരു ടെൻ്റ് അവിടെ നിന്ന് നേരെ കാണുന്ന ഈ ഒരു സംഭവമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ മറ്റേ കോട്ടേജിലേക്കൊക്കെ മാറട്ടോ വേണമെങ്കിൽ. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടി അറിയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു ടെൻ്റ് അങ്ങനെ നമ്മുടെ ഒരു ഇതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര സൗകര്യമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു കുഞ്ഞി റൂമാണ്, ആകെ നമുക്ക് മുകൾ ഭാഗമൊക്കെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങോട്ട് ഇങ്ങനെ ഒരു കൂർത്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ച ഒരു ഇത് കിട്ടില്ല. പക്ഷേ ഒരു ടെൻറ്റിൽ കിടക്കുന്ന ആ ഒരു ഫീല് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ളത്. നല്ലൊരു ബെഡുണ്ട്, ഇപ്പോൾ രണ്ടാൾക്ക് നല്ല സുഖമായിട്ട് കിടക്കാവുന്ന ബെഡും. പിന്നെ ഇതിപ്പോൾ കണ്ട കപ്പിൾസിനൊക്കെയാണ് ഇത് ഏറ്റവും അടിപൊളി കേട്ടോ. മക്കളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ ഒരു സ്പേസേ ബാക്കിയുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു കെറ്റിലുണ്ട്, ചായപ്പൊടിയുണ്ട്, പഞ്ചസാരയുണ്ട്, അവിടുന്ന് ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുക, അങ്ങനെയുള്ളൊരു സംഭവം. ചെറിയൊരു ബാത്റൂമാണ് കേട്ടോ, വലിയ കുഴപ്പമില്ല. ഇത് ഒരു ബാത്റൂം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വേറെ എക്സ്ട്രാ സൗകര്യങ്ങളൊന്നുമില്ല കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ല, എന്താ പറയുക അടിപൊളിയാണ്. നമുക്ക് ഇപ്പോൾ സാധാ റൂമിൽ കിടക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെ വീട്ടിലും കിടക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം കൂടി നമുക്ക് അറിയണമല്ലോ. അപ്പം ഇതാണ് ബാത്റൂം, എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഞങ്ങൾ വേഗം ഇട്ട് വെച്ചു, ഒക്കെ ഒന്ന് തണുക്കട്ടെ എന്ന് കരുതി. അങ്ങനെ അതൊക്കെ ഇട്ട് വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്കൊക്കെ ഇറങ്ങുകയാണ്. അല്ലാതെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. അപ്പം എല്ലാവരും പാട്ട്, ഡാൻസ്, പിന്നെ ക്രിക്കറ്റ് കളിക്കണം, അതുപോലെ ടെന്നീസ് കളി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നാൽ പോരല്ലേ, ഞങ്ങൾ പിന്നെ ആ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചതാ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഈ ഭാഗത്തേക്ക് ചെറിയൊരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മാന് കണ്ടോ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കരുതി അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്താണെന്ന്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അതാണ് ഈ ഒരു സംഭവത്തിലേക്ക് ഇങ്ങനെ വഴി പോകുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു ഇതാണ്ടോ, ഒരു ഗുഹ പോലെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. അതൊക്കെ എന്താ വെച്ചാൽ മക്കൾക്ക് ഒരു രസത്തിന് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്നാലും എന്താ പറയുക ഒരു വെറൈറ്റി. അപ്പോൾ അതിലൂടെ ഇങ്ങനെ പോയി ഇങ്ങോട്ട് കാണുമ്പോൾ ഫുള്ളായിട്ട് മക്കൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളാണ് കേട്ടോ, ചെറിയ മക്കൾക്ക്. പക്ഷേ നീനുട്ടി അവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. ഋത്തത അവിടെ തകൃതിയായിട്ട് വീഡിയോ എടുക്കണമുണ്ട് കേട്ടോ. അപ്പോൾ നീനുട്ടിനോട് ആദ്യം ഞാനും ചുമ്മാ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഫോട്ടോസ് എടുത്തു തരണം, ഞങ്ങളെ വീഡിയോസൊക്കെ എടുത്തു തരണം എന്ന് പറഞ്ഞാൽ അവളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൈസ തരാം, ഒരു വീഡിയോക്ക് ഇത്ര പൈസ തരാം, ഇനി ഞങ്ങൾക്ക് എടുത്തു തരണം എന്നൊക്കെ പറഞ്ഞാൽ അവൾ പിന്നാലെ നടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ എടുത്തു തരാനൊന്നും ആരും ഇല്ല കേട്ടോ, എൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ തുത്തു അവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ചെറിയൊരു വീഡിയോ എടുത്തു. അപ്പം എന്താ പറയുക അടിപൊളിയായിരുന്നു. നമ്മൾ ഫാമിലിയുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് നല്ല ഒരു സംഭവം, നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഇരിക്കുക എന്നുള്ളത് കേട്ടോ. ഫാമിലി എന്നല്ല, നമ്മുടെ അതേ വൈബുള്ള, നമ്മളതേ കൂതറ സ്വഭാവമുള്ള, എന്താ പറയുക ഞങ്ങൾ പ്രായമായി എന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയിട്ടും കളിച്ചിട്ടും അത് കൂടുമ്പോഴുള്ള വൈബ് അത് വേറെ തന്നെയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ മക്കളൊക്കെ അതവിടെ കളിക്കുന്നുണ്ട്. പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങായിട്ട് ആരെ കണ്ണും മോറൊന്നും തെളിഞ്ഞിട്ടില്ല കേട്ടോ. അവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ചാടണം. അപ്പോൾ ഇവർക്ക് ഇതൊന്നും കണ്ടിട്ട് ഒരു വില കിട്ടുന്നില്ല കേട്ടോ. അവരങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിലാണ് മൂന്നാളും, റെയിനും അരനും ഇതും കേട്ടോ. അവർക്ക് മൂന്നാൾക്കാണ് അങ്ങോട്ട് പോകാമെന്നുള്ള ഒരു
ഇതുള്ളത്. അപ്പം ഇവിടെ ദാ കപ്പിൾസ് ഇങ്ങനെ റീൽസ് എടുക്കാനും ഫോട്ടോസ് വീഡിയോസ് എടുക്കാനുള്ള തിരക്കില്ല. അപ്പോൾ എന്നോട് താത്ത എടുത്ത് അവർ ആരോടെ എടുപ്പിക്കാന്ന് പറഞ്ഞാൽ നിന്നപ്പോൾ നീനുട്ടിനെ കാണാനില്ല തോന്നുന്നു. അപ്പോൾ എടുത്ത് നിന്നപ്പോൾ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് 1-2 വീഡിയോസ് ഇതാ ഞാൻ അവർക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നജൂമ് കാര്യമായിട്ട് നീലുവിനെ എല്ലായിടത്തും ഇങ്ങനെ കറക്കുന്നുണ്ട്. കാരണം നീലുവിന് ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം അവർക്ക് പറ്റിയ കുഞ്ഞു മക്കൾക്ക് പറ്റിയ സംഭവങ്ങളാണ് കൂടുതലുള്ളത്. നമുക്കിപ്പോൾ ഈ 100 കിലോ വെയിറ്റും വെച്ചിട്ട് എവിടെ പോയി ഇരുന്നാൽ വരെ അവിടെ നിന്ന് ഒരുക്കാനും കൂടി സ്ഥലമില്ല. അങ്ങനെ എന്തെല്ലാം സ്വപ്നങ്ങളാണ്. ഫോണോ ഫോട്ടോസുകളൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ അങ്ങനെ ഇട്ടോളി. ഞങ്ങൾ രണ്ടാളെ തൊട്ടിലിൽ ആട്ടിയിട്ടുള്ള നജൂമിൻ്റെ പാട്ട് കേട്ടിട്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് നേരം ഉണ്ടാതിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ പാർക്കിലൊക്കെ ഞങ്ങൾ കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം അവിടെ സമയം ചിലവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പുറത്തൊക്കെ തന്നെ ചാടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ അടുത്തൊന്നും ഒരു കടയില്ല. പിന്നെ ഫുഡ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. ഒരു കിച്ചൺ ഉണ്ട്. അപ്പോൾ ചായപ്പൊടി പഞ്ചാരൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നി. ഒരു സ്റ്റാഫ് നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് ഇങ്ങനെ തരാനൊക്കെ ഒരു സ്റ്റാഫും കൂടി ഉണ്ടെങ്കിൽ പൈസ കൊടുക്കുക, എക്സ്ട്രാ പൈസ കൊടുത്താൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ തരാനൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നെങ്കിലെന്ന് തോന്നി. അതൊരു ബുദ്ധിമുട്ടായി തോന്നി കേട്ടോ. കാരണം അവിടെ വന്നപ്പോഴും ഉമ്മ വേഗം എല്ലാവർക്കും ഒരു ചായ കുടിക്കാൻ, എൻ്റെ ഉപ്പ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കും. അപ്പോൾ ഉപ്പാൻ്റെ അതേ സ്വഭാവം ആയതുകൊണ്ട് എനിക്കും ഇടയ്ക്കിടയ്ക്ക് ചായ വേണമല്ലോ. അപ്പോൾ ആ ചായ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഈ കിച്ചണിക്ക് വരുന്നത് നമ്മൾ കുടിക്കണം. അപ്പോൾ കിച്ചണിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഫ്രിഡ്ജ്, പിന്നെ എന്താ പറയുക, മൈക്രോ ഓവൻ, പിന്നെ പാത്രങ്ങൾ, ചെമ്പട്ടിയും ചോറ് വെക്കണമെങ്കിൽ അത് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ ഒക്കെ നമ്മൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരണം. അവർ കുറച്ച് ചായപ്പൊടിയും പഞ്ചസാരയും മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അവർ സ്നാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊരു വലിയൊരു പ്രശ്നമായി തോന്നി. അല്ലെങ്കിൽ ആദ്യം അവർ ഇത് ബുക്ക് ചെയ്യുമ്പോൾ പറയണമായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നി. അപ്പോൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം. ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ റിവ്യൂസിൽ ഞങ്ങൾ ഒരുപാട് റിവ്യൂ ഒക്കെ നോക്കിയിട്ടും അങ്ങനെ ആരും പറഞ്ഞതും കേട്ടില്ല. അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഈ ഭാഗത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോന്നാൽ ആ ഒരു വൈബും കൂടി കിട്ടും. അല്ലെങ്കിൽ ഇവിടെ നമ്മളെന്തോ മക്കളൊക്കെ ചെറിയ മക്കളുണ്ടാകുമ്പോഴേ അവർക്ക് ബിസ്ക്കറ്റോ സ്നാക്സോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരില്ല. അപ്പോൾ അതില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ചായ ഉണ്ടാക്കി തന്നപ്പോൾ എന്താ പറയുക, നീലുവിന് നേനെ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക്. അവന് വിശക്കുമല്ലോ എന്ന് കരുതിയിട്ട് അവൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എല്ലാവരും കൂടി കഴിച്ച് അവന് പിന്നെ ആ ഒരു കേക്ക് അങ്ങോട്ട് തീർത്തു കേട്ടോ. അപ്പോഴാണ് തുത്തുന് പെട്ടെന്ന് ഓർമ്മ വന്നത്, എൻ്റെ കാറിൽ ചിലപ്പോൾ ഒരു പാക്ക് ബിസ്ക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ വേഗം ഓടിപ്പോയി ബിസ്ക്കറ്റ് എടുത്ത് വന്ന് എല്ലാവരും ഒരു എന്താ പറയുക കൊണ്ടുവരുന്നു, തീരുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അപ്പം തന്നെ തീർന്നു. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് ആരെയും വരുന്നുണ്ടെങ്കിൽ കുറച്ച് സ്നാക്സോ പിന്നെ പാൽ ചായൻ്റെ ആവശ്യമുള്ളവരാണെങ്കിൽ പാൽപ്പൊടിയോ പാലോ ഒക്കെ വാങ്ങി വരിക. എന്താ പറയുക, ഒരു അടുക്കളയിലും കൂടി ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടോ. കാരണം നമ്മൾ അതൊക്കെ ഒന്നും ഇല്ലാതാവാനാണല്ലോ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ സ്റ്റാഫിനെ വെച്ച് ഇങ്ങനെ പാത്രം കഴുകാൻ, പാത്രമൊക്കെ നമ്മൾ കഴുകണം, അതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ രാത്രിക്കുള്ള ഫുഡും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രാത്രി നമ്മൾ ഫുഡ് വരുന്നിട്ട് അത് കഴിക്കുമ്പോഴോ ആ പാത്രമൊക്കെ എല്ലാം നമ്മൾ കഴുകണം കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ ഇതാ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നേരെ ക്രിക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജൂമിൻ്റെ കുഞ്ഞു കുട്ടിയായിരുന്ന മുതലേ ഉള്ള ഒരു ഇഷ്ടപ്പെട്ടൊരു കളിയാണ് കേട്ടോ ഈ ഒരു ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിക്കറ്റ് കളിക്കണമെന്ന്. അപ്പം ചായ കൂടി കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ക്രിക്കറ്റ് കളിച്ചു. എല്ലാവരും ഓരോ തട്ടൊക്കെ തട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾക്കൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ പെട്ടെന്ന് ഔട്ടായി വേഗം പോന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് പുഴയിലേക്ക് പോകാനുള്ളൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു. അപ്പം ജസ്റ്റ് അധികം ഇറങ്ങണ്ട, ഒന്ന് പോയി നോക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുറച്ച് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒന്നുമില്ല, പുഴയിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ കഴിയില്ല. പുഴ അങ്ങനെ കാണാമെന്നുള്ളൂ, അങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നു. പിന്നെ ചുമരുമ്പോൾ കൂട്ടി അടിച്ചതെന്നൊക്കെ പറയില്ല, അതേപോലെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ക്രിക്കറ്റിന് വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നജൂം അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഷട്ടിലും ഇത് കണ്ടപ്പോൾ അത് കളിച്ചു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പഴയ ആ ഒരു സ്വഭാവങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ വീട്ടിലിങ്ങനെ കിച്ചണിലും കാര്യങ്ങളൊക്കെ മാത്രം നിൽക്കല്ലേ. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇതിനൊക്കെ കഴിയും കളിക്കാനും. നമ്മുടെ ആ കുട്ടിത്വം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ട് നമ്മൾ എത്ര വലുതായാലും നമുക്ക് ഈ ഒരു സംഭവം നമ്മളിന്ന് മാറിയില്ലല്ലോ അല്ലേ.
കിട്ടുമോ ഗുയിസ് ആ മുകളിൽ നിന്ന് നീനുവിനത് പറ്റുമോ? ഒരു കാരണവശാൽ അങ്ങനെ കളിച്ച് ആ ഷട്ടിൽ മുകളിലെത്തിയിട്ടുണ്ട്. അതെടുക്കാനുള്ള ഒരു അവിഞ്ഞ ശ്രമമാണ് കേട്ടോ ഈ കാണുന്നത്. എങ്ങനെ കിട്ടാനാ? കണ്ടാൽ തന്നെ അറിയില്ല ഹൈറ്റ് അവിടെ എത്തില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ തന്നെ കയറുന്നുണ്ട്, ഞങ്ങൾ തന്നെ ചിരിക്കുന്നുണ്ട്. എന്തായാലും ലാസ്റ്റ് ഞങ്ങൾ അത് കിട്ടിയോ കിട്ടിയില്ലെന്ന് നോക്കണ്ടേ. വേറെ എടുത്ത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ഗുയിസ്. ജയ് ജയ് ജയ്. അങ്ങനെ മുകളിലേക്ക് പോയ ഷട്ടിൽ അവിടെ മുകളിൽ തന്നെ സേഫായിട്ട് നിന്നോട്ടെ എന്നുള്ള അവസാന തീരുമാനത്തിൽ ഞങ്ങൾ പുതിയൊരു ഇതൊക്കെ എടുത്തിട്ട് ആ ഷട്ടിലൊക്കെ എടുത്തിട്ട് ഇതാ അവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കളിയുടെ രസമൊക്കെ കണ്ടിട്ട് നുജൂം എത്തി, പിന്നാലെ നയന എത്തി, പിന്നാലെ എൻ്റെ ഹസ്ബൻഡ് എത്തി. അങ്ങനെ ഈ ഒരു കളി ഒരുപാട് 2-3 മണിക്കൂർ നീണ്ടു നിന്നിട്ട് അപ്പോക്കിന് ഇതവിടെ എൻ്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ നുജൂം നയന ഒരു സൈഡിലും ഞാനോ എൻ്റെ ഹസ്ബൻഡ് ഒരു സൈഡിലും കുറേ നേരം ഇങ്ങനെ നിന്നും. ഇനി അപ്പോഴേക്കും മക്കൾ ഇവിടെ ആവുന്നുണ്ട് കേട്ടോ. കാരണം ഒന്നുമേ വിശക്കണമുണ്ട്, പിന്നെ വിശക്കൽ കൂടിയപ്പോൾ ഞങ്ങൾ എൻ്റെ മോളും ഹസ്ബൻഡ് വരുന്നേ ഉള്ളൂ ഓൺ ദ വേണം. അപ്പോൾ അവരോട് എന്താ പറയുക എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അത് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ മക്കൾ ഇവിടെ എന്താ വെച്ചാൽ അവർക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം, അങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ലേറ്റൊക്കെ ഇട്ടത്. കാരണം ഈ രാത്രിയായി വന്ന് ഇവിടെ എല്ലാവരും ലേറ്റൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ വ്യൂ കണ്ടപ്പോൾ പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ലൈറ്റ് ഇട്ടപ്പോൾ ആ ഒരു സംഭവങ്ങൾ അവിടെ നല്ല ലൈറ്റിൻ്റെ മാല അതിട്ടപ്പോൾ ഒന്നുകൂടി ഒരു കാണാൻ അടിപൊളിയായിട്ട് തോന്നി. അത് അവിടുന്ന് ആ ഒരു ഫോട്ടോ എടുപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെ റൂമിലേക്കൊക്കെ പോയിട്ടുണ്ട് ഡ്രസ്സ് മാറാൻ, വെള്ളത്തിൽ ചാടാനുള്ള. കാരണം പുതിയ ഡ്രസ്സല്ലേ ഇട്ടത് എല്ലാവരും. അപ്പോൾ വെള്ളത്തിലേക്ക് ചാടാൻ പഴയ ഒരു ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. അപ്പോൾ എന്താ വെച്ചാൽ ഇനിയുള്ള വീഡിയോസ് എനിക്ക് അധികം അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, വോയിസ് കൊടുക്കാനുണ്ട്. നമുക്ക് ഇന്ന് അപ്ലോഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതെടുത്താൽ ഈ ഒരു എന്താ പറയുക നമ്മളെ സ്വിമ്മിംഗ് പൂളിലുള്ള കാര്യങ്ങളും പിന്നെ അങ്ങോട്ടുള്ള അടിപൊളി സർപ്രൈസ് ഇമ്മാൻ്റെ കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് രാത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ നാളത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ എത്തുന്ന വരെയുള്ള കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത്. അവർ ഫസ്റ്റ് ചാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനത് എഡിറ്റ് ചെയ്യണതും. പിന്നെ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ എടുക്കുന്നതിനനുസരിച്ച് തന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേഗം അവർ ചാടി കളിക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ഞാൻ വോയിസ് കൊടുക്കാൻ അങ്ങോട്ട് പോകുന്നത്. വെള്ളത്തിൽ ചാടുന്ന സൗണ്ടൊക്കെ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവങ്ങൾ. അപ്പോൾ ഇതുവരെ ഈ ഒരു നിമിഷം വരെ എൻ്റെ ഡയറ്റ് പൊട്ടിയിട്ടില്ല. പക്ഷേ ഇനി കേക്ക് കട്ട് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണെന്നുള്ള കാര്യങ്ങൾ ഒരു മാസത്തെ നമ്മുടെ കഠിന ശ്രമത്തിന് അവസാനം വെച്ച് കലമുടക്കുമ്പോൾ എന്നുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അപ്പോൾ ഉമ്മയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ എന്താ പറയുക സ്വിമ്മിംഗ് പൂളിൽ ചാടണം എന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി വരുന്നുണ്ട്. ഞങ്ങളെ കാണാൻ ആവേശമായിരുന്നു കേട്ടോ ഉമ്മാക്ക്. കാരണം ഉമ്മ ആരാ ചാലിയാർ പുഴയുടെ തീരത്ത് വളർന്ന ആളാണ് ഉമ്മ അല്ലേ. അരീക്കോട് ചാലിയാർ പുഴയിൽ ചാടി കുളിച്ച ആളല്ലേ. അപ്പോൾ എനിക്ക് കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആവേശത്തിൽ പോവാണ് കേട്ടോ. വയസ്സായത് പ്രായമായതൊന്നും നമുക്കിങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരില്ലല്ലോ. അങ്ങനെ മക്കളൊക്കെ അവിടെ അടിപൊളിയായിട്ട് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. നീനുട്ടിയും ഇതുമ്മും ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക ആ ഒരു വെള്ളത്തിലേക്ക് ചാടുന്ന വീഡിയോസും പിന്നെ അങ്ങോട്ട് പുതിയ ഇന്നത്തെ രാത്രിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങളിവിടെ കയറി കഴിഞ്ഞു ലാസ്റ്റ് ഇതിലേക്കാണ്. അപ്പോൾ ഞാനിവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാനിവിടെ വീഡിയോ ഓണാക്കി വെക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നാളത്തെ വീഡിയോയിൽ ആയിട്ട് വരാം കേട്ടോ. ബൈ.